T20 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് കൊടിയിറങ്ങിക്കഴിഞ്ഞു. കെൻസിംഗ്ടൺ ഓവലിൽ നടന്ന കലാശ പോരാട്ടത്തിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് രോഹിത് ശർമ്മ നയിച്ച ടീം ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടു. ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനലിലെത്തിയ ടീം തോറ്റെന്ന് കരുതിയ ഫൈനലിലാണ് അവിശ്വസനീയമായ ജയം പിടിച്ചെടുത്തത്. അതേസമയം ലോകകപ്പ് അവസാനിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ടീം ഓഫ് ദി ടൂർണമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിരീട ജേതാക്കളായ ഇന്ത്യയുടെ 6 താരങ്ങളാണ് ഈ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മ ICC ടീം ഓഫ് ദി ടൂർണമെന്റിലുണ്ട്. 8 കളികളിൽ 257 റൺസാണ് ഈ ലോകകപ്പിൽ രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. ലോകകപ്പിലെ റൺവേട്ടയിൽ ഇക്കുറി ഒന്നാമതുള്ള അഫ്ഗാനിസ്ഥാൻ താരമായ റഹ്മനുള്ള ഗുർബാസും ഈ ടീമിലുണ്ട്. 8 കളികളിൽ 281 റൺസാണ് അദ്ദേഹം ഇത്തവണ നേടിയിട്ടുള്ളത്. ലോകകപ്പിൽ 7 കളികളിൽ 228 റൺസ് നേടിയ വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പുറാനും 8 കളികളിൽ 199 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും ICCയുടെ ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ മാർക്കസ് സ്റ്റോയിനിസ് ആണ് ടീം ഓഫ് ദി ടൂർണമെന്റിലെ പ്രധാന ഓൾറൗണ്ടർമാരിൽ ഒരാൾ. ഇക്കുറി ഓസ്ട്രേലിയ സെമിയിലെത്തിയില്ലെങ്കിലും മികച്ച പ്രകടനമായിരുന്നു സ്റ്റോയിനിസിന്റേത്. ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങിയ ഇന്ത്യൻ താരങ്ങളായ അക്സർ പട്ടേലും ഹർദിക് പാണ്ഡ്യയുമാണ് ഈ ടീമിലെ മറ്റ് ഓൾറൗണ്ടർമാർ. 8 കളികളിൽ 14 വിക്കറ്റുകൾ വീഴ്ത്തിയ അഫ്ഗാനിസ്ഥാൻ നായകൻ റാഷിദ് ഖാൻ ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായ ഫസൽ ഹഖ് ഫറൂഖിയും വിക്കറ്റ് വേട്ടയിൽ രണ്ടാമതുള്ള ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗും ഈ ടീമിലുണ്ട്. ഇടംകൈയൻ പേസർമാരായ ഫറൂഖിയും അർഷ്ദീപ് സിംഗും 8 കളികളിൽ നിന്ന് 17 വിക്കറ്റുകൾ വീതമാണ് ഇത്തവണ T20 ലോകകപ്പിൽ നേടിയത്. ടൂർണമെന്റിന്റെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും ഈ ടീമിലെ പ്രധാനിയാണ്. 8 കളികളിൽ 15 വിക്കറ്റുകളാണ് ഈ ലോകകപ്പിൽ ബുംറ വീഴ്ത്തിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയുടെ എക്സ്പ്രസ് പേസറായ ആൻഡിച്ച് നോർക്കിയെ ടീം ഓഫ് ദി ടൂർണമെന്റിൽ 12ാമനായും ICC ഉൾപ്പെടുത്തിയിട്ടുണ്ട്.